അഞ്ചരയോ? സമയം 4:45. ഇപ്പോഴാണ് നമുക്ക് ഓണം സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഓണത്തിന് പൂവ് ഇപ്പോഴാണ് നമ്മൾ ഇട്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ആദ്യം ഞങ്ങള് ഗണപതിനെ വരച്ച്. പക്ഷെ ഗണപതിനെ വരച്ചപ്പോ പ്രശ്നം എന്താ പറ്റി വെച്ചാല് പൂവ് കുറച്ചുകൂടി ചെറുതായിട്ട് അരിയണായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫില്ലാവുള്ളൂ. കാരണം ഈ ചെറിയ റൗണ്ടിനുള്ളിൽ വരച്ചത് ഫില്ലാവാത്തത് കൊണ്ട് നമ്മള് വേഗം അത് വെറും എതളുകളാക്കി മാറ്റി. രാവിലെ മുതൽ നമ്മൾ പൂക്കൾ ഇടണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് പൂ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താക്കി റൗണ്ട് വരച്ച് കുറച്ച് എതിലുകൾ വരച്ച് പിന്നെ റൗണ്ട് വരച്ച് ഭയങ്കര നാണക്കാരനാണ്. കല്യാണം കഴിഞ്ഞ മുതലുള്ള വ്ളോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാനൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാട്ടോ. വൃത്തിയാക്കാൻ പോവാ. കൊറോണ വൈറസ് പിടിക്കുമോ അല്ലേ? ആണേ കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ വളർന്നു പോകുന്നത്. അതേപോലെ തന്നെ ഇതാന്ന് പറയുമ്പോഴാണ് സമയമൊക്കെ പോകുന്നത്. പൂക്കളിട്ടത് റെയിൻബോ കളേഴ്സ് വെച്ചിട്ട് ബബ്ലൂഷാനോ? ഇത് എന്താണ്? ഇത് മോമി ലോങ് ലെഗ്സാ? അടിപൊളി ആയിട്ടുണ്ടല്ലോ. ബബുഷ ഇത് ആരാ? ബബുഷ അപ്പൊ ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല. നമ്മൾ കുറച്ച് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഒരു ന്യൂ ബോൺ ഉള്ള വീടാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും നീങ്ങുന്നുള്ളത്. ഈസിക്കുട്ടനാണെങ്കിൽ രാവിലെ മുതലേ ഭയങ്കര കരച്ചിലും അവന് പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതല്ലേ. അപ്പൊ അവനും അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായത്. പിന്നെ കുറച്ച് ഗ്യാസിന്റെ ട്രബിളും ഉണ്ടായിരുന്നു. ഉള്ളിലോണക്കോടി പുറത്ത് മാക്സിയാക്കിത് ഈ ഡ്രസ്സ് ഈ തുണി കുത്തണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി ഇട്ടതാണ്. ഇത് ഒരാളുള്ള തുണിയാ. ഇതിട്ടതിന് ശേഷം ആള് നല്ല ശരിയായിട്ട് തുടങ്ങി. ഒരു ഉറക്ക് കിട്ടാണ്ടാക്കി. രാവിലെ ഒരു നല്ലൊരു ഉറക്ക് കിട്ടുന്നത് അതൊന്നും കിട്ടിയിട്ടില്ല. സമയം ഇത് 6 മണി. ഇപ്പോഴാണ് ഞാൻ സദ്യ കഴിക്കാൻ പോകുന്നത്. 10 സർപ്രൈസുകൾ മനീഷേട്ടൻ അവിടെ വീഡിയോ എടുത്തോണ്ട് നിൽക്കട്ടോ. അതാട്ടോ പറയുന്നത് ഞാൻ വിളമ്പിത്തരാം ആ ഷോട്ട് എടുക്കാനുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഷോട്ടുകളൊക്കെ എടുത്ത് അപ്പം ഞാൻ വേഗം വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് മനീഷേട്ടൻ ഓടി വന്ന് പിന്നെയും പറയുന്നത് അയ്യോ ഒരു ഫോട്ടോയും കൂടി എടുക്കാൻ മറന്ന്, ആ ഒരു ഫോട്ടോയും കൂടി എടുക്കുക എന്നിട്ട് കഴിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. പൂക്കളിടലും വീഡിയോ എടുക്കലും ഇതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഞാൻ ചോറ് കഴിക്കുകയാണെങ്കിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടാട്ടോ കഴിക്കുക. നിങ്ങൾ അങ്ങനെയാണോ കഴിക്കുക? എനിക്ക് എന്താണെന്ന് അറിയില്ല, പണ്ട് തൊട്ടേ അത് ശീലമായിപ്പോയി. ഞാൻ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഫ്രണ്ട്സ് വന്നിരിക്കും കേട്ടോ. അവർക്കിങ്ങനെ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വാരി കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ. നിങ്ങളിൽ ആരെങ്കിലും എന്നെ പോലെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ അധികം അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. എനിക്കെല്ലാം മിക്സ് ചെയ്താലേ ആ ഒരു എന്താ പറയുക ഫുഡ് കഴിക്കുമ്പോൾ ഒരു രുചി തോന്നുള്ളൂ. അപ്പം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഞാൻ ഒരുവിധം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കഴിക്കൽ. പിന്നെ ഞാൻ പല മിക്സിങ് നോക്കും കേട്ടോ. പല ഫുഡിൻ്റെ പല അളവുകളും മാറ്റി മിക്സൊക്കെ ചെയ്ത് നോക്കും. സദ്യ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എടുത്തോ മറ്റേ ചിപ്സ് എടുത്തോ. അങ്ങനെ ഒരു ഓണം ദിവസം കഴിഞ്ഞ് എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. രാവിലെ തന്നെ കുട്ടി കളിച്ചാൽ തുടങ്ങിയതാണ്. ഇതാര് കളിക്കുന്നേ? എന്റെ ഷൗട്ടിനുണ്ടോ? ഷൗട്ടി ശരിയാക്കുന്ന ഈജി കുട്ടനാണോ? ഡുണ്ടാപ്പിക്ക് ശരി വേണ്ടിണ്ടല്ലോ. എന്റെ കൈ പിടിച്ചു വെച്ച് നെന്നത് ചവിട്ടി പിടിച്ചു വെച്ച് ഞങ്ങളെ കള്ള കരച്ചില് കാണിച്ചതേ അല്ല കണ്ണിനൊന്നും വെള്ളം വരുന്നില്ലേ? അയ്യോ ലോക്കിന്റെ കണ്ടാ കരഞ്ഞിട്ട്. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഓടി വന്ന് നോക്കിയതാണ് പൂക്കളത്തിന്റെ അവസ്ഥ എന്താന്ന്. സാധാരണ പൂക്കളം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അവസ്ഥയിൽ കാണലില്ല. കുഞ്ഞന്മാരെല്ലാരും കൂടി അത് ശരിയാക്കലുണ്ട്. ഹായ് ഹായ് പൂമ്പാറ്റ വന്നു പൂമ്പാറ്റ. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാനുള്ള സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഉച്ച കിട്ടതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. പൂക്കൾ അങ്ങനെ തന്നെ ഉണ്ട്. ഹലോ ഹലോ ഹായ് ഹായ് ഹായ്. പൂമ്പാറ്റ വന്ന് നോക്കുന്നുണ്ടല്ലോ. ഇത് ബബ്ലൂസ് എനിക്കിപ്പോ വന്നിട്ട് ചെവിയിൽ വന്ന് വെച്ചെന്ന റോസാപ്പൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാമ്മ ഓണം?
അടിപൊളിയല്ലേ? നമ്മള് പൊടി പൊടിച്ചില്ലേ? ഓണം പൊടിഞ്ഞു പോയില്ലേ? അതെ, ഓണം ഒരു ഓണായിരുന്നു അല്ലേ? അച്ഛനൊരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, ക്യാൻസൽ ആയി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ആദ്യത്തെ ഓണം ഇതിക്കൊണ്ട് ആദ്യത്തെ ഓണം വിചാരിച്ച പോലെ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞു. ഇസിക്കുട്ടന്റെ ആദ്യത്തെ ഓണാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയാലും നെക്സ്റ്റ് ടൈം ഇസിക്കുട്ടന്റെ ഓണം നമുക്ക് അടിപൊളിയാക്കണം. അതേപോലെ തന്നെ ഗുഡ് ബോയ് ആയിട്ട് വന്നല്ലോ. ബബൂഷ് ഞാനും സെയിം കളറാണല്ലോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും സേഫ് ആയിരിക്കാം. ബൈ.